ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങുന്ന മെമ്മറി കാർഡിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. സോ വെൽക്കം ടു ടെക്സ് ആൻഡ് ഗാഡ്ജറ്റ്സ്. ആഷ്ന ആൻഡ് സലീലിൻ്റെ ചാനൽ കണ്ടിട്ട് ഇവിടെ വന്നു നോക്കുന്നവരുണ്ടാവും. ഓലിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ആദ്യം പറയാനുള്ളത്, ഞാൻ പ്രൊഫഷണലി ഡാറ്റ റിക്കവറി ചെയ്യുന്ന ഒരാളല്ല. ഞാൻ കൂടുതലും സിസ്റ്റം ബിൽഡിങ്, കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യുന്ന, അസംബിൾ ചെയ്യുന്ന അല്ലെങ്കിൽ നെറ്റ്വർക്ക് ചെയ്യുന്ന അതൊക്കെയാണ് ഞാൻ ജോലിയായിട്ട് ചെയ്യുന്നത്. ഇവിടെ അടുത്ത് നാദാപുരത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സെലീൽക്ക ഞാൻ ഇതിൻ്റെ മുമ്പ് വിളിച്ചപ്പോൾ തന്നെ ചോദിച്ചിരുന്നു 100% ഡാറ്റ കിട്ടുമെന്ന് ചോദിച്ചു. ഓക്കെ, ഞാൻ അന്നേരം തന്നെ പറഞ്ഞു ഒരിക്കലും പറയാനാവില്ല, 60% മാത്രമേ എനിക്ക് തന്നെ ഒരു വിശ്വാസമുള്ളൂ. ഓക്കെ, അതിൻ്റെ മുമ്പ് തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നുള്ള എനിക്കറിയാം, അതുകൊണ്ടായിരുന്നു ഞാനങ്ങനെ പറഞ്ഞു. പക്ഷേ മോർ ദാൻ ഒരു 80% ഡാറ്റ കൃത്യമായിട്ട് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റി. അതിലൊരുപാട് സന്തോഷമുണ്ട്. അവരിവിടെ വന്നപ്പോൾ ഞാൻ കുറച്ച് ടെൻസ്ഡായിരുന്നു. ആദ്യമായിട്ടായിരുന്നു ഇങ്ങനത്തെ ആരെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ടെൻസ്ഡായിരുന്നു. ഒരു എന്താ പറയുക, ഞാൻ ക്യാമറയുടെ മുമ്പിലിരിക്കുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അധികം സ്റ്റേജിലോ ഒന്നും പോയിട്ടുള്ള ആളല്ല. ജസ്റ്റ് കുറച്ച് പേരുടെ മുമ്പിൽ സംസാരിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ അവരോടായിട്ട് സംസാരിച്ചു. അവർ കുറച്ച് തിരക്കിലായിരുന്നു. ഓരോ വെച്ചൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാനുള്ള ധൈര്യം വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ കിട്ടിയതാണ്. വീഡിയോൻ്റെ മുമ്പിൽ വന്നപ്പോൾ എന്തോ ഒരു സംസാരിക്കുന്നത് കണ്ടപ്പോൾ തോന്നി. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതാദ്യമായിട്ടാണ് ഞാൻ ക്യാമറയിലൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയണം. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മെമ്മറി കാർഡിൻ്റെ സ്പീഡിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് പറയാൻ പോകുന്നത്. മെമ്മറി കാർഡിൻ്റെ സ്പീഡ് നമ്മൾ മെമ്മറി കാർഡ് വാങ്ങുമ്പോൾ ഈ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. ഓക്കെ, എന്നാൽ പ്രൊഫഷണലി മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം മെമ്മറി കാർഡിൻ്റെ സ്പീഡിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. മെമ്മറി കാർഡിൻ്റെ സ്പീഡുകൾ അധികവും നമുക്ക് മെമ്മറി കാർഡിൻ്റെ മുകളിൽ നിന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. വളരെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആദ്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യം മെമ്മറി കാർഡിൻ്റെ സ്പീഡാണ്. അത് മൈക്രോ എസ് ഡി കാർഡാണെങ്കിൽ അതിൻ്റെ മുകളിൽ നോർമലി സ്പീഡുകൾ എഴുതിയിട്ടുണ്ടാവാറില്ല, ചിലപ്പോൾ ഉണ്ടാവേ. അതേസമയം എസ് ഡി കാർഡാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ മാക്സിമം സ്പീഡാണ് ഞാനീ പറയുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു മെമ്മറി കാർഡിൽ 150 MB/s എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ സെയിം മെമ്മറി കാർഡ് ഞാനാണിപ്പോൾ ക്യാമറയിൽ യൂസ് ചെയ്യുന്നത്. ഇത് മെമ്മറി കാർഡിൻ്റെ മുകളിൽ MB/s എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ 1000x അങ്ങനെയോ പ്രിൻ്റഡ് ആയിട്ടുണ്ടാവും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മെമ്മറി കാർഡിൻ്റെ മാക്സിമം സ്പീഡാണ്, അല്ലാതെ മിനിമം സ്പീഡല്ല. നമുക്ക് എപ്പോഴും ആവശ്യം മിനിമം സ്പീഡാണ്. മാക്സിമം സ്പീഡ് ആവശ്യമില്ല എന്നല്ല, അതിനേക്കാളും മിനിമം സ്പീഡ് ഒരു കറക്റ്റ് ലെവൽ മീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ മെമ്മറി കാർഡ് കൊണ്ട് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ. മിനിമം സ്പീഡ് ഇങ്ങനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് മെമ്മറി കാർഡിൻ്റെ സ്പീഡ് ക്ലാസ് ആണ്. മെമ്മറി കാർഡിൻ്റെ സ്പീഡ് ക്ലാസ് പൊതുവെ ഒരു സിയുടെ ഉള്ളിലായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഹാഫ് സർക്കിളിൻ്റെ ഉള്ളിലായിട്ടാണ് എഴുതിയിട്ടുണ്ടാവുക. നമ്മളിപ്പോൾ അങ്ങനെ മെമ്മറി കാർഡുകൾ ഫോണിൽ യൂസ് ചെയ്യുന്നില്ല, കാരണം ഫോണിന് അത്യാവശ്യം സ്റ്റോറേജുകൾ ഇപ്പോൾ വരുന്നതുകൊണ്ട് നമ്മൾ കൂടുതലും ക്യാമറാസിനൊക്കെ വേണ്ടിയിട്ടാണ് മെമ്മറി കാർഡുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ പറയാം, നിങ്ങൾക്കൊരു 1080 പിക്സൽ വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ മിനിമം ക്ലാസ് 4 മെമ്മറി കാർഡെങ്കിലും യൂസ് ചെയ്യണം. അതിൽ കുറച്ച് ഉള്ള മെമ്മറി കാർഡുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറപ്ഷൻസിൻ്റെ ചാൻസ് അതുപോലെയുള്ള കാര്യങ്ങളും വളരെ കൂടുതലാണ്. അത് ഞാൻ പറഞ്ഞത് മിനിമം അത് യൂസ് ചെയ്യണം. പക്ഷേ അതാരും പ്രിഫർ ചെയ്യുന്നില്ല. പ്രിഫർ ചെയ്യുന്നത് ക്ലാസ് 6 അല്ലെങ്കിൽ 10 മെമ്മറി കാർഡാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ക്ലാസ് 10 മെമ്മറി കാർഡ്സ് ആണ്. അങ്ങനെ ക്ലാസ് 6, 4 ഒക്കെ കണ്ടുവരുന്നത് വളരെ കുറവാണ്. പക്ഷേ ഏറ്റവും റേറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മളതിൽ പെട്ടുപോകാതെ ശ്രദ്ധിക്കണം. മെമ്മറി കാർഡിൻ്റെ സ്പീഡ് ക്ലാസ്സുകൾ ഒരു ഹാഫ് സർക്കിളിൻ്റെ ഒരു സിയുടെ ഉള്ളിലായിട്ടാണ് പ്രിൻ്റഡ് ആയിട്ട് ഉണ്ടാവുക. ഇത് 2, 4, 6, 10 ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൽ ഈ 2, 4, 6, 10 ഈ നമ്പറുകൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിൻ്റെ മിനിമം റൈറ്റ് സ്പീഡാണ്. ഈ മെമ്മറി കാർഡിലേക്ക് മിനിമം 2 MB/s വീഡിയോസ് എന്താണോ ഡാറ്റ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ള മിനിമം സ്പീഡാണിത്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
സോ എപ്പോഴും വീഡിയോസോ അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യുന്നവരാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കറക്റ്റ് മെമ്മറി കാർഡ് ചൂസ് ചെയ്യുക. മെമ്മറി കാർഡ് അസോസിയേഷൻ്റെ സ്റ്റാൻഡേർഡ് പ്രകാരം നമുക്കൊരു 1080 പിക്സൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ മിനിമം ക്ലാസ് 4 മെമ്മറി കാർഡെങ്കിലും വേണം. ക്ലാസ് 4 മെമ്മറി കാർഡ് പക്ഷേ ആരും പ്രിഫർ ചെയ്യുന്നില്ല. ഒരു തരത്തിലുള്ള പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകളും ക്ലാസ് 4 മെമ്മറി കാർഡുകൾ 1080 പിക്സൽ ഫുൾ HD വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്നില്ല. ക്ലാസ് 6 അല്ലെങ്കിൽ ക്ലാസ് 10 മെമ്മറി കാർഡ്സ് തന്നെയാണ് യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ക്ലാസ് 10 മെമ്മറി കാർഡാണ് ഇപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ വളരെ സുലഭമായിട്ട് അവൈലബിൾ ആയതുകൊണ്ട് അങ്ങനെ ആരും അത് ബോദർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ശരി. ഒരു 1080 പിക്സൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് 10 മെമ്മറി കാർഡ് പ്രിഫർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടിയ മെമ്മറി കാർഡ് എന്തായാലും എന്ത് ചെയ്യേണ്ടി വരും? 2K അല്ലെങ്കിൽ 4K വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എന്തായാലും കൂടുതൽ വേണ്ടി വരും. മാക്സിമം സ്പീഡ് ക്ലാസ് 10 ആണെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ള മെമ്മറി കാർഡ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് തിരിച്ചറിയാൻ വരുന്ന കാര്യം മെമ്മറി കാർഡിൻ്റെ UHS സ്പീഡ് ക്ലാസ് ആണ്. മെമ്മറി കാർഡിൻ്റെ UHS സ്പീഡ് ക്ലാസ് ഒരു യുവിൻ്റെ ഉള്ളിൽ ഈ നമ്പർ പ്രിൻ്റഡ് ആയിട്ടാണ് ഉണ്ടാവുക. സാധാരണ ഒരു മെമ്മറി കാർഡിൻ്റെ മുകളിൽ ഇത്രയും നേരം പറഞ്ഞ പോലെ തന്നെ മിനിമം റൈറ്റ് സ്പീഡാണ്. അത് ക്ലാസ് 10നേക്കാളും ക്ലാസ് 10 ആണെങ്കിലും അതിൻ്റെ മുകളിലാണെങ്കിലും കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാൻഡേർഡ്. ക്ലാസ് 10 മെമ്മറി കാർഡുകൾ പൊതുവെ മിനിമം 10 MB/s സ്പീഡ് റൈറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേ കാര്യം തന്നെയാണ് ക്ലാസ് UHS സ്പീഡ് ക്ലാസ് 1 എന്ന് പറയുന്നത്. മിനിമം 10 MB/s എന്ത് ചെയ്യാൻ പറ്റും? റൈറ്റ് സ്പീഡ് ഉണ്ടാവും. 3 എന്ന് പറയുന്നത് 30 MB/s മിനിമം റൈറ്റ് സ്പീഡുള്ള മെമ്മറി കാർഡുകളായിരിക്കും. ഓക്കെ, ഈ മെമ്മറി കാർഡുകളാണ് 2K അല്ലെങ്കിൽ 4K വീഡിയോസിന് ഒരു പ്രിഫേർഡ് ആയിട്ടുള്ള സ്പീഡ് വരുന്നത്. സോ അത് ശ്രദ്ധിക്കുക. UHS ബസീഫ് കാറ്റഗറി എന്ന് പറയുന്നതാണ് അടുത്തത്. ഈ കാറ്റഗറി ഫിസിക്കലി മെമ്മറി കാർഡിൻ്റെ കണക്ടറിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നോർമലി നമ്മളിപ്പോൾ കണ്ടുവരുന്ന എല്ലാ മെമ്മറി കാർഡുകളും UHS ബസീഫ് 1 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിലുള്ളതാണ്. ഓക്കെ, UHS ബസീഫ് 2 സ്റ്റാൻഡേർഡ് വരുന്ന കാർഡുകളുടെ അതിൻ്റെ കണക്ടർ തന്നെ വ്യത്യാസം ഉണ്ടാവും. 320 MB/s സ്പീഡ് വരെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്ന കാർഡുകളായിരിക്കും. ഇനി കമ്പാരേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു സ്റ്റാൻഡേർഡിനെ കുറിച്ച് പറയാം. ഇതിന് നമുക്കൊരു വീഡിയോ എടുക്കുന്ന നമ്മൾ ക്യാമറസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡായിട്ട് കാണാം. വീഡിയോ സ്പീഡ് ക്ലാസ് എന്നാണ് പേര്. ഇത് മെമ്മറി കാർഡിൻ്റെ മുകളിൽ ഒരു വിയുടെ സൈഡിലായിട്ട് നമ്പർ എഴുതിയിട്ടാണ് കാണുക. V6, V10, V30, V60, V90 ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൽ V6 എന്ന് പറയുന്നത് സെയിം നേരത്തെ നമ്മൾ പറഞ്ഞ ക്ലാസ് 6 ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ സാധാ ക്ലാസ് 6 സെയിം ആണ്. 6 MB/s ആയിരിക്കും ഇതിന് മിനിമം വരുന്ന റൈറ്റ് സ്പീഡ്. ഓക്കെ, ഇതാണ് വീഡിയോ ക്ലാസ് 6 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് 10. ഇതും 10 MB/s ആയിരിക്കും മിനിമം റൈറ്റ് സ്പീഡ്. അടുത്ത് 30 വരുമ്പോൾ 30 Mbps, 60, 90 ഇങ്ങനെ ഇതിൻ്റെ മിനിമം റൈറ്റ് സ്പീഡാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 4K വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് V30 അല്ലെങ്കിൽ V60 മെമ്മറി കാർഡുകളാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് വരുന്നത് V90 എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ്. ഇത് 8K ഫുട്ടേജ് ഒക്കെ ഷൂട്ട് ചെയ്യാനും അതുപോലെ ഹയസ്റ്റ് ഫ്രെയിം റേറ്റ് വരുന്ന 4K വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന മെമ്മറി കാർഡാണ്. സോ ഇനി മെമ്മറി കാർഡ് വാങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കുറച്ച് ടെക്നിക്കലായി പോയി എന്നറിയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.